ഹായ്. നമ്മൾ രാവിലെ കോട്ടയത്ത് നാഗമ്പടംപള്ളിയിലോട്ടുള്ള യാത്രയിലാണ്. രാവിലെ തന്നെ തുടങ്ങി അന്യായ മഴ. എന്താണെന്നറിയത്തില്ല. ഈയിടെയായിട്ട് ഇനി മേഘവിസ്ഫോടനമാണോ ഇനി വേറെ എന്തെങ്കിലും വിസ്ഫോടനമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളെവിടെ ചെന്നാലും അടിപൊളി മഴയാണ്. അങ്ങനെ രാവിലെ പാലായിക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ പ്രൈവറ്റ് ബസ്സിൽ നൈസ് മൂടല്ലേ, ഷർട്ടൊക്കെ തത്തി പാട്ടൊക്കെ ഇട്ട് പോരുന്നത്. വൈകിട്ട് കടയടച്ച് വീട്ടിലോട്ട് പോകാൻ നേരത്ത് ഇച്ചിരി മീനൊക്കെ അങ്ങ് മേടിച്ച് വെച്ചു. നമ്മൾ കുറച്ച് നാളായിട്ട് മീൻ മേടിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ആ കപ്പൽ മറിഞ്ഞ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കടലിൽ കലർന്നിട്ടുണ്ടോ, മീനിൻ്റെ വയറ്റിൽ പോയിട്ടുണ്ടോ. പൊതുവേ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പേടി കാണുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെന്ത് ചെയ്യുക, അവളോട് ചുമ്മാ കൂടി. നമുക്ക് കാര്യങ്ങളൊന്നും വെക്കുന്ന അറിയത്തില്ലെങ്കിലും ചുമ്മാ കൂടി. ചെറുക്കനാണ് മെയിൻ സൂപ്പർവൈസർ എന്നാണ് ചെറുക്കൻ പറയുന്നത്. ചെറുക്കൻ പറയുന്നതനുസരിച്ച് മതി ഈ കറികൾ വെക്കുന്നത്, കാര്യങ്ങൾ മതി എന്നൊക്കെയാണ് പുള്ളിയുടേത്. പുള്ളിക്ക് പൊതുവേ ഇങ്ങനെ കളിക്കുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലെ അടുക്കളയിൽ ഇങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ വെച്ച് കാണുന്നതും അതിൽ അവിടെ ഇങ്ങനെ കയറി നിൽക്കുന്നതൊക്കെയാണ് പുള്ളിക്ക് പൊതുവേ ഇഷ്ടം. അതെന്താണെന്നറിയത്തില്ല. ബാക്കിയുള്ള പിള്ളേർ സാധാരണ ഒരു പാവയോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതൊക്കെ കളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇവൻ എപ്പോഴും ഒരു 3-4 ചട്ടിയൊക്കെ ആയിട്ട് പെരക്കകത്ത് കയറി വന്നിട്ട് ഭയങ്കര കറിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രോപ്പർലി അനുകരിക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നാണെങ്കിലും ആ 2 വയസ്സായതിൻ്റെ ഒരു കൊഞ്ചക്കും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പുള്ളിയുടെ വർത്തമാനവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പുള്ളി പിന്നെ എല്ലാവരെയും അമ്മയെന്നാണ് വിളിക്കുന്നത്. എന്നു വെച്ചാൽ അവൻ അമ്മയായിട്ടാണ് കൂടുതൽ സമയത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്നെയാണെങ്കിലും അവൻ്റെ ചേച്ചീനെയാണെങ്കിലും അവൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതെല്ലാം മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് മീൻ നമ്മളെടുത്ത് വറുക്കാനും കൂടെ കൂട്ടി നമ്മളെടുത്തിട്ടുണ്ട്. മഴയൊക്കെ അല്ലേ, മീൻകറിയൊക്കെ കൂട്ടി വൈകിട്ട് ഇത്തിരി ചോറിനാൻ തന്നെ ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ എന്നാണെങ്കിലും മീൻകറിയുടെ ലാസ്റ്റ് ഘട്ടങ്ങളായി. പൊതുവേ ഇവൾ വെക്കുന്ന മീൻകറിയെല്ലാം സൂപ്പറാണ്. കള്ളംകാരി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, വെക്കുന്ന കറി സൂപ്പറാണ്. അത് ഞങ്ങൾ ചെറുക്കൻ തന്നെ പറയും. നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്കി. അതാടാ